പത്തനംതിട്ട ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊളിയാണ്. നമ്മൾ ഇന്നലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കോന്നി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് ശുചീകരിച്ച് പെയിൻ്റ് അടിച്ചു കൊടുത്ത വാർത്ത കൊടുത്തെങ്കിൽ ഇന്ന് നമ്മൾ പത്തനംതിട്ട ജില്ലയുടെ നഗരമധ്യത്തിലേക്ക് വരുമ്പോൾ പത്തനംതിട്ട ടൗൺ സൗത്ത് മേഖലാ കമ്മിറ്റി കുട്ടികളെ അനുമോദിക്കുകയാണ്. പ്ലസ് ടുവിലും 10ാം ക്ലാസ്സിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ്. ഇപ്പം നമുക്കിവിടെ മനോഹരമായ ഈ ഇത് മൊമൻറ്റോ കാണാൻ പറ്റും. അതായത് ഫുൾ A+ 10ാം ക്ലാസ് നേടിയ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൊമൻറ്റോ ആണ്. ഫുൾ A+ മാത്രമല്ല, 10ാം ക്ലാസ് നന്നായി വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും മേഖലാ കമ്മിറ്റികളിലൂടെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ്. എന്തായാലും നമുക്ക് ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുണ്ട്. നിസാമെ, ഞങ്ങൾ പറയുമായിരുന്നു പത്തനംതിട്ട ഡിവൈഎഫിലെ യുവാക്കൾ പൊളിയാണ്. കാരണം അടുത്ത കാലത്താണ് നമ്മൾ വലിയതോട് ശുചീകരണ വാർത്ത കൊടുത്തു. ഇന്നിപ്പോൾ അവിടെ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാകുന്നു. അതുപോലെ സ്കൂളുകൾ ക്ലീൻ ചെയ്യുന്നു. കോന്നി ബ്ലോക്ക് കമ്മിറ്റി എടുത്ത് സ്കൂൾ പെയിൻ്റ് അടിച്ച് നൽകുന്നു. ഡിവൈഎഫ്ഐ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകമാവുകയാണ്. നമ്മുടെ ജില്ലയിലാകെ ഡിവൈഎഫ്ഐ ഇപ്പോൾ പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയും യൂണിറ്റ് കമ്മിറ്റികളും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും പഠനോപകരണ വിതരണം ചെയ്യുന്ന പരിപാടികൾ വ്യാപകമായി തന്നെ സംഘടിപ്പിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. കോന്നിയിൽ മാത്രമല്ല, ജില്ലയിലെ എല്ലാ സ്കൂളുകളും ഡിവൈഎഫ്ഐ വൃത്തിയാക്കി കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഡിവൈഎഫ്ഐ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലമാണ്. ഈ മഴക്കാലത്തിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെല്ലാം ഡിവൈഎഫ്ഐ പ്രവർത്തകർ വളരെ സജ്ജമായി തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് ജില്ലയിലെല്ലാം കാണാൻ സാധിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ ഒരു മികവുറ്റ പ്രവർത്തനമാണ്. നമ്മളിപ്പം നമുക്കറിയാം, ഈ സ്ക്രീനിൽ കാണുന്ന CPMൻ്റെ പത്തനംതിട്ട ഏരിയ കമ്മിറ്റി, ജില്ലയിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി NV സഞ്ജു ഉണ്ട്. സഞ്ജുകൊണ്ടനെ ചിലരൊക്കെ വില്ലനാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ മുൻപ് ഡിവൈഎഫ്ഐ പ്രവർത്തനം കൂടിയാണല്ലോ. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെ, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇപ്പം വ്യാപകമായി എല്ലാ പ്രദേശങ്ങളിലും കുട്ടികൾക്ക് പഠനോപകരണം, അതോടൊപ്പം തന്നെ മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള പ്രോത്സാഹനം, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സ്കൂളുകളുടെ വൃത്തിയാക്കൽ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കൗൺസിലർമാരൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട 2 പേര് ഈ ബ്ലോക്ക് സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിയോട് ഇരിപ്പുണ്ട്. ഓക്കെ, അതിലേക്ക് പോകാം. മേഖലാ സെക്രട്ടറി എന്താണ്? നമ്മൾ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നതാണ്. ഓരോ വർഷം കഴിയുന്തോറും കഴിഞ്ഞതിലും വ്യത്യസ്തമായി വിപുലമായി തന്നെ പരിപാടികൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കുട്ടികൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ആരൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്? നമ്മുടെ വാർഡ് കൗൺസിലറും പാർട്ടി ഏരിയ കമ്മിറ്റിയുമായിട്ടാണ്. ഓക്കെ. അതായത് ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളൊപ്പം വാർഡ് കൗൺസിലർമാരുണ്ട്, ബ്ലോക്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഒരു പ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നത്. വാർഡ് മെമ്പറോട് ചേരുകയാണ്. മെമ്പർ എങ്ങനെയുണ്ടായത്? കഴിഞ്ഞ 16 വർഷമായിട്ട് ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ വലിയ രീതിയിലാണ് നമ്മൾ ഇത്തരം പരിപാടി നടത്താറുള്ളത്. നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ള നിരവധി കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ പഠനോപകരണങ്ങൾ നൽകുന്നത്. അതേപോലെ തന്നെ SLC പ്ലസ് 2 ജയിച്ച കുഞ്ഞുങ്ങളെ വലിയ നിലയിൽ ആദരിക്കലൊക്കെ പ്രോഗ്രാമാണ് എല്ലാ തവണയും സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു ഇത് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ പ്രോഗ്രാമുകൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുട്ടികളെ ആദരിക്കുക, അല്ലെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു രക്ഷിതാവോട് ചേരുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ ഈ പ്രവർത്തനത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഡിവൈഎഫ്ഐയുടെ ഈ നല്ല പ്രവർത്തനം എല്ലാവർക്കും, നാടിനും നമ്മുടെ ഓരോ കുട്ടികൾക്കും നല്ല പ്രയോജനങ്ങൾ ചെയ്യുന്നതാണ്. അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ടുള്ള നടപടിക്കും നല്ല പ്രയോജനമാണ് ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ. ഇത് മുന്നോട്ടും ഇങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. എന്താണ് നല്ല പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐയുടെ സംഘടനയുടെ എല്ലാം നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. 10ാം ക്ലാസ് ആണോ പ്ലസ് 2 ആണോ? പ്ലസ് 2. സന്തോഷമുണ്ടോ? ഇങ്ങനെ ഭയങ്കര സന്തോഷം. ഡിവൈഎഫ്ഐയുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഒരു ആദരവ്. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ശ്യാമോട് ചേർന്നുണ്ട്. ശ്യാമേ, നിങ്ങൾ എല്ലാ ഇപ്പം ടൗൺ സൗത്ത് മേഖലാ കമ്മിറ്റിയിലും എല്ലാ ബ്ലോക്ക് കമ്മിറ്റിയിലും പ്രവർത്തനം ഉണ്ടോ? എല്ലാ മുഴുവൻ മേഖലാ കമ്മിറ്റികളിലും ഡിവൈഎഫ്ഐ ഇത്തരം മാനവകാരുണ്യ സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ട സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷക്കാലവും SLC പ്ലസ് 2 വിദ്യാർത്ഥികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണവും നടത്തുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്. ഇത്തരം ഒരു സ്വന്തം നാട്ടിൽ വിദ്യാർത്ഥികൾക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പഠനോപകരണം, അതായത് ഈ അനുമോദനം മാത്രമല്ല, അതുകൂടെ നമ്മൾ കാണിച്ചിരുന്നില്ല, പഠനോപകരണങ്ങൾ, കൊട, പുസ്തകങ്ങൾ എല്ലാം, ബാഗ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ, കുട, പുസ്തകങ്ങൾ എല്ലാം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു കുട്ടികൾക്കുള്ള ബാഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഡിവൈഎഫ്ഐ കൊടുക്കുന്നതിനും മാതൃകാപരമായ ഒരു നടപടി തന്നെയാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.